വെൽക്കം ടു ലെജൻഡ്സ്. നമുക്ക് ഹോം ഡെക്കർ ഐറ്റംസ് വരുന്ന ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റും ഉണ്ട്, മാറ്റിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഗുലറായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഡിസൈൻസ് വരുന്ന പോലെ പുതിയ പുതിയ ഡിസൈൻസ് വരുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് താമസിക്കാതെ നമുക്ക് വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്തിരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസും കാണാൻ പറ്റും. ചുരിദാറിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിനെയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നോക്കണ്ട, ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ആവുക. അപ്പം ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ്. ടേബിൾ മാറ്റായിട്ട് ഇങ്ങനെ ഒരു 6 പീസ്. കളർ കോമ്പിനേഷൻ നല്ല കേട്ടോ. ഒരു ഡാർക്ക് ടോണിലുള്ളതാണ് ഇഷ്ടമെങ്കിൽ ഇതെടുത്തോ. കാരണം പെട്ടെന്ന് ചേർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെളിയാകും, അങ്ങനത്തെ ഒരു കൺസേൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് നല്ലതായിരിക്കും. പിന്നെ കിടക്കുന്ന കാണുമ്പോൾ ലൈറ്റായിട്ട് നമുക്ക് പെട്ടെന്നുള്ള ഒരു ഫംഗ്ഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് മാത്രമൊക്കെ ഇടാനാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് വെച്ച് നമുക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് തരാൻ പറ്റും. ഇതും നല്ല കേട്ടോ. ഒരു വൈറ്റും ബ്ലാക്ക് അങ്ങനത്തെ പ്ലേറ്റൊക്കെ ആയിട്ട് നമുക്കിതിൽ കോമ്പിനേഷൻ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നതാണെങ്കിലും നാപ്കിൻ്റെ കളർ വരുന്നത് ഒരു ആഷ് കളറാണ്. ബോർഡർ ചെറിയൊരു കട്ട് വർക്ക് പോലത്തെ ഡിസൈനാട്ടോ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിലും നമുക്ക് നോർമൽ നാപ്കിനായിട്ട് ഇടാതെ അത് മടക്കി വെക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും സെറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഓരോ ടേബിളിൽ ഒരു 6 പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഐറ്റംസ് ആണ്. കോമൺ ആയിട്ട് അത്ര 6 വരാറ്. ഇതിൻ്റെ നമ്പർ വരുന്നത് N336, റേറ്റ് വരുന്നത് 399 399. നമുക്ക് നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. അത് ഭയങ്കര ബ്രൈറ്റ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് അത് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മാറ്റി വരുന്നത് ഇതുപോലെ ചെക്ക് ടൈപ്പ് ഡിസൈനാണ്. അതും ആ ഒരു 2 കോമ്പിനേഷനും മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബ്ലൂ ഉണ്ട് യെല്ലോയുടെ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് 6 എണ്ണം കേട്ടോ. എല്ലാത്തിനും സെയിം തന്നെ രീതിയിൽ 6 പീസാണ് മാറ്റ്. 6 നാപ്കിനും വരും. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ആ ഒരു സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ നല്ല ഐറ്റം കേട്ടോ. ഒത്തിരി നമുക്കൊരു റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്യും, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് നമ്പർ N338, റേറ്റ് 399. അടുത്ത ഇതും നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. ഒരു പിങ്കിൻ്റെയൊക്കെ കളർ മാച്ചിങ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള നാപ്കിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ആ ഒരു സെറ്റിങ് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നാപ്കിൻ അല്ലാതെ തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വരുന്ന ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളറ്, ലൈറ്റ് ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. തിരിച്ചാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ. നാപ്കിൻ കളർ നല്ല രസമുണ്ട് കേട്ടോ. കോൺട്രാസ്റ്റ് മാച്ചിങ് നല്ലതായിട്ട് കിടക്കും. ഇത് ഓരോ പീസായിട്ട് ഇതുപോലെ വരും. ഇത്രയും വലിപ്പമുള്ള നാപ്കിനാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് സെറ്റിങ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിൻ്റെ ഇതൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ നമ്പർ വരുന്നത് N301, റേറ്റ് 399. കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഗ്രീൻ ലീഫ് പാറ്റേണുള്ള കോമ്പിനേഷനാണ്. വൈറ്റ് ബോർഡേഴ്സും ആട്ടോ. ഇതുപോലെ നല്ല എടുപ്പുള്ളൊരിത്. ഞാൻ നേരത്തെ ഇതിൻ്റെ എനിക്കൊന്ന് സിംഗിൾ അങ്ങാണ്ട് ഈ ഒരു സെയിം ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന് എക്സ്ട്രാ ബോർഡർ വൈറ്റ് ബോർഡർ ആഡ് ചെയ്തിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. സൈസ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ്. ഇതും നല്ല രസമുള്ള ഒരു ഐറ്റം. പിന്നെ പ്രത്യേകിച്ച് ഗ്രീനൊക്കെ എപ്പോഴും നമുക്ക് കോമ്പിനേഷൻ ഇച്ചിരി കൂടെ എളുപ്പത്തിലുള്ളൊരു ഐറ്റമാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ആ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനുമായിട്ട് നന്നായിട്ട് മാച്ച് ആയിപ്പോൾ വൈറ്റും കൂടെ വരുമ്പോൾ നല്ല എടുപ്പിൽ നിൽക്കും കേട്ടോ. ഇത് പില്ലോ കവർ 2 എണ്ണമാണ്. അപ്പോൾ ഇത് സ്റ്റാർച്ച് മുക്കിയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് ഉണ്ടാവും. വാഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെയാണ് കുറച്ച് ചെറുതിനൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നതുകൊണ്ട് കുറച്ചൊരു സ്റ്റിഫ് ഫീലാണ് കേട്ടോ. പക്ഷേ കിടക്കാൻ നല്ല സുഖമാണ്. നല്ല മെറ്റീരിയൽ, നമുക്ക് കൂൾ ഫാബ്രിക്, അങ്ങനെ ചൂടൊന്നും അടിക്കത്തില്ല. ഇതിൻ്റെ നമ്പർ വരുന്നത് N230, റേറ്റ് 890. നെക്സ്റ്റ് ഐറ്റം ഇതാ കേട്ടോ. ഇതും ഒരു സ്റ്റാൻഡേർഡ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ബ്ലൂ കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് ബേജ് കളർ എന്ന് പറയാം. മെയിൻ കളർ, അതായത് ബേസ് കളർ. അതിനകത്ത് ബ്ലൂ കോമ്പിനേഷനിൽ ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡർ കേട്ടോ നല്ല ബ്ലൂ ആണ് ബോർഡറിന് കൊടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. എല്ലാം കോട്ടൻ്റെ തന്നെ നല്ല തിക്ക് മെറ്റീരിയലാണ്. നോർമൽ കോട്ടൻ്റെ ലുക്കല്ല. ഞാൻ ഇതിപ്പോൾ എപ്പോഴും പറയുന്നത് കേട്ടോ. എല്ലാവരും തന്നെ ഡൗട്ട് ചോദിക്കാറുണ്ട് മെറ്റീരിയൽ എന്താണ്. സാധാരണ കോട്ടൻ്റെ ലുക്കല്ല, കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇത് ചെയ്തേക്കുന്ന ഐറ്റമാണ്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വാഷിംഗ് മെഷീനിലിട്ട് തന്നെ അലക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് N141, റേറ്റ് 890.